2025 തുടക്കത്തിൽ തന്നെ അല്പം മടിയന്മാരായ നിങ്ങളെപ്പോലെ അല്പം തിരക്കൊക്കെയുള്ള ഞങ്ങളും വെയിറ്റ് കുറയ്ക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ഡോക്ടർ ഹെൽത്തി ഫിറ്റ് 8 വർഷമായിട്ട് മെഡിക്കൽ ഡോക്ടറായിട്ട് അബുദാബിയിൽ പ്രാക്ടീസ് ചെയ്യും. ഞാനും ഡോക്ടർ ഹെൽത്തി ഫിറ്റ് 6 വർഷമായിട്ട് അബുദാബിയിൽ മെഡിക്കൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അധികം സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒന്നും ഇല്ലാത്തതിനാൽ അല്പം പേഴ്സണൽ വീഡിയോസും എഫേർട്സും ഒക്കെ കാണിച്ച് തന്നെ പോകാനാണ് പ്ലാൻ. ഇതാണ് ഞാൻ. കണ്ട അങ്ങനെ അത്ര വലിയ തടിയനൊന്നുമല്ല, ആരും തടിയാന്ന് വിളിച്ച് കളിയാക്കത്തൊന്നുമില്ല. അത്യാവശ്യം മസിലൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇതാണ് പ്രശ്നം. ബെല്ലി ഫാറ്റ്, ഈ വയറിൻ്റെ ഭാഗത്ത് ഫാറ്റ് അടിഞ്ഞുകൂടിയത്. ഇതിനെ സ്കിന്നി ഫാറ്റ് എന്ന് പറയും. അതായത് ഏഷ്യൻ ഇന്ത്യൻ ഫീനോടൈപ്പ്. കൈയിൻ്റെ ഈ സ്കെലിട്ടണൊക്കെ ഭയങ്കര ചെറുതായിരിക്കും, കാല് ചെറുതായിരിക്കും. പക്ഷേ ഈ ബെല്ലിയിൽ ഈ വയറിൻ്റെ ഭാഗത്ത് ഫാറ്റ് അടിഞ്ഞുകൂടും. അതാണ് ഏഷ്യൻ ഇന്ത്യൻ ഫീനോടൈപ്പ്. ഇതേ പ്രശ്നം തന്നെയാണ് എനിക്കും. എൻ്റെ പ്രശ്നം സ്കിന്നി ഫാറ്റും വയറിൽ അടിഞ്ഞുകൂടുന്ന ഫാറ്റും തന്നെയാണ്. ഈ ഒരു ചാനലിൽ ഭയങ്കര മോട്ടിവേഷൻ ഒന്നും ഇല്ലാത്ത, അധികം സമയമൊന്നുമില്ലാത്ത, ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ഏറ്റവും സയന്റിഫിക് ആയ വെയിറ്റ് ലോസ് പ്ലാനാണ് പറയുന്നത്. നിങ്ങളും ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബിങ്. 25-50 വയസ്സിനിടയിലുള്ള 38% മലയാളികളും ഓവർ വെയിറ്റ് ആണ് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇനി ഇത് 2030 ആവുമ്പോഴേക്കും നമ്മൾ മലയാളികളിൽ 50%-ഓളം പേർ, അതായത് പകുതിയിലധികം പേരും ഓവർ വെയിറ്റ് ആവുമെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അതായത് നിങ്ങളിൽ പലരും ഞങ്ങളെപ്പോലെ ചെയ്തു തുടങ്ങണമെന്നർത്ഥം. അപ്പൊ എന്തുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചു? എന്തൊക്കെയാണ് വെയിറ്റ് കൂടിയാലുള്ള പ്രശ്നങ്ങൾ? നമ്മളിൽ പലരും വിചാരിക്കുന്നത് നമ്മൾ അതിന് മാത്രം വെയിറ്റ് ഒന്നുമില്ലല്ലോ, ആകെ ഈ വയറിന്റെ ഭാഗത്ത് കുറച്ച് ഫാറ്റ് അടിഞ്ഞുകൂടി, ചെറിയൊരു ബെല്ലി ഫാറ്റ് അല്ലേ ഉള്ളൂ എന്ന്. ഇത് അതിന് മാത്രം വലിയ പ്രശ്നമാണോ എന്ന്. എന്നാൽ നിങ്ങളുടെ ഈ വയറിന്റെ ഭാഗത്ത് അടിഞ്ഞുകൂടിയ ഈ ബെല്ലി ഫാറ്റ് എന്നത് ഏത് നിമിഷവും പൊട്ടാനും വേണ്ടി കാത്തിരിക്കുന്ന ഒരു ബോംബാണ്, ഒരു മെറ്റബോളിക് ബോംബ്. ഇത് എത്ര ചെറുതാണെങ്കിലും നമ്മൾ വീണ്ടും കുറച്ചേ പറ്റൂ. ഈ ഹാർട്ട് അറ്റാക്കും ബിപിയും ഷുഗറും യൂറിക് ആസിഡും ജോയിന്റ് പെയിനും ഫാറ്റി ലിവറും ഗോൾ ബ്ലാഡറൽ സ്റ്റോണും ഒക്കെ എന്നെയും നിങ്ങളെയും കാത്തിരിക്കുകയാണ്. ഈ ചെറിയ വയറുള്ളവർക്ക് പോലും ഇതെല്ലാം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ശ്രദ്ധിക്കാതെ ഇതെല്ലാം വന്നതിന് ശേഷം മരുന്ന് കഴിച്ച് ജീവിതകാലം മുഴുവൻ മരണം വരെ ജീവിക്കാനാണോ നിങ്ങളുടെ പ്ലാൻ? അപ്പൊ ഞങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചു? എന്താണ് വെയിറ്റ് കൂടിയാലുള്ള പ്രശ്നങ്ങൾ? വെയിറ്റ് കൂടിയത് കൊണ്ട് എനിക്കുണ്ടായ, നിങ്ങൾക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 5 എണ്ണമെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളും ഞങ്ങളെപ്പോലെ വെയിറ്റ് കുറക്കാൻ ശ്രമിച്ചേ പറ്റൂ. 1, ഹാർട്ട് അറ്റാക്ക് വന്ന് പെട്ടെന്ന് തട്ടിപ്പോവാനുള്ള സാധ്യത കൂടും. അതായത് നമ്മൾ ഒരു ദിവസം രാത്രി കിടന്ന് രാവിലെ എണീക്കാതിരിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. കാർഡിയോവാസ്കുലാർ എക്സ്പേർട്സ് പറയുന്നത് ഈ കൊളസ്ട്രോളും ബിപിയും ഷുഗറും ഒന്നുമല്ല, നമ്മുടെ വയറിൽ അടിഞ്ഞുകൂടിയ സ്കിന്നി ഫാറ്റ്, ബെല്ലി ഫാറ്റ്, വേസ്റ്റ് സർക്കംഫറൻസ് ആണ് ഈ ഹാർട്ട് അറ്റാക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്കുകളിൽ ഒന്ന് എന്നാണ്. Point I'm trying to make is Indian patients, even though they don't look obese, the most important factor is belly fat. If the belly fat is significant, they are considered to be obese. So why are we more worried about this belly fat? Because belly fat increases the risk of heart attack, diabetes, blood pressure and all major complications. ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഞാൻ ഈ എമർജൻസിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഈ നെഞ്ചുവേദനയും ECG ചേഞ്ചും ഒക്കെ ആയി നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് പേഷ്യൻസ് വരും. ഞാൻ അവരെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കും മനസ്സിലായത് ഇത് തന്നെയാണ്. ഈ ഷുഗർ ഇല്ലാത്ത, അല്ലെങ്കിൽ ഷുഗർ നന്നായി കൺട്രോൾ ചെയ്ത, കൊളസ്ട്രോൾ ഇല്ലാത്ത, BP ഇല്ലാത്ത ഒരുപാട് പേർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. എന്നാൽ അവരെ എല്ലാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവരെല്ലാവർക്കും ഈ സ്കിന്നി ഫാറ്റ്, ബെല്ലി ഫാറ്റ്, കുടവയർ ഉണ്ട് എന്നത് തന്നെയാണ്. അപ്പോൾ ഈ കുടവയർ, ഈ അമിതമായ ഫാറ്റ് അടിഞ്ഞുകൂടിയ വയറ് എന്നത് ഒരു കാർഡിയോ വാസ്കുലാർ ടൈം ബോംബ് തന്നെയാണ്. 2, നിങ്ങളുടെ ജനറ്റിക്സ് എത്ര നല്ലതാണെങ്കിലും ഡയബറ്റീസ് ഫാമിലിയിൽ ആർക്കും തന്നെ ഇല്ലെങ്കിലും നിങ്ങൾ തടിയനാണെങ്കിൽ ഡയബറ്റീസ് വരാം. പിന്നെ ഇനി ഡയബറ്റീസ് വരാനിരിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ തടിയനാണെങ്കിൽ ഒരു 5 കൊല്ലം നേരത്തെ വരാം. ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ കാലാകാലവും മരണം വരെയും ഈ മരുന്നും കഴിച്ച് ഇൻസുലിനും കുത്തിവെച്ചിരിക്കേണ്ടി വരും. അപ്പോൾ വെയിറ്റ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഡയബറ്റീസ് വരുന്നത് തടയാം, അല്ലെങ്കിൽ കുറച്ചു കാലം നീട്ടിവെക്കെങ്കിലും ചെയ്യാം. ICMR ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഈ കേരളത്തിലെ ഈ മലയാളികളുടെ പ്രമേഹത്തിന്റെ, ഡയബറ്റിസിന്റെ, ഷുഗറിന്റെ നിരക്ക് എന്ന് പറയുന്നത് 24%. എന്നാൽ ഇന്ത്യയുടെ നാഷണൽ ആവറേജ് വെറും 8% മാത്രമാണ്. അതായത് മലയാളികളിൽ ഈ ഡയബറ്റിസ് നല്ല രീതിയിൽ പെരുകുന്നു എന്നാണ് അർത്ഥം. ഈ ഡയബറ്റിക്സ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് തമിഴ്നാടാണ്. എങ്കിലും ഈ ഡയബറ്റിസിന്റെ ഒരു ഹോട്ട്സ്പോട്ട് തന്നെയാണ് നമ്മുടെ കേരളം. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നിയത്? ഈ ഹാർട്ട് അറ്റാക്ക് വരുമോ എന്നുള്ള പേടി നല്ലപോലെ ഉണ്ട്. ഈ നമ്മളൊക്കെ OPD ഇരിക്കുമ്പോൾ ഈ യങ് ആൾക്കാർ തന്നെ ഈ ചെറിയൊരു നെഞ്ചുവേദനയായിട്ട് വരുന്നു, നമ്മൾ അവർ ECG എടുക്കുന്നു, അപ്പോൾ നോക്കുമ്പോൾ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ കാണാറുണ്ട്. പിന്നെ എത്ര യങ് ആൾക്കാരാണ്, അല്ലെങ്കിൽ യങ് ഡോക്ടർമാർ വരെയാണ് ഈ ഹാർട്ട് അറ്റാക്കിന് കീഴടങ്ങുന്നത്. പിന്നെ ഡയബറ്റിസ് വരുമോ, പ്രമേഹം വരുമോ എന്നുള്ള പേടി നല്ലപോലെ ഉണ്ട്. അങ്ങനെ വലിയൊരു ഫാമിലി ഹിസ്റ്ററി ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ പ്രമേഹത്തിൻ്റെ, ഈ പ്രീ ഡയബറ്റിസിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി. അമിതമായ വിശപ്പ്, അമിതമായ ദാഹം, അമിതമായ മൂത്രമൊഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ കുടവയർ കൂടുക എന്ന് പറയുന്നത് തന്നെ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ അടയാളമാണ്.
അത് തന്നെ ഈ നമ്മൾ ഡയബറ്റീസിലോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഡയറക്റ്റ് ഉദാഹരണമാണ്. അപ്പോൾ ഇത് രണ്ടുമാണോ പെട്ടെന്ന് വെയിറ്റ് കുറച്ച് ഫിറ്റ് ആവണം എന്ന് നിങ്ങൾ തീരുമാനിക്കാനുള്ള കാരണം? അല്ലല്ല, ഇത് രണ്ടുമല്ല കാരണം. അതിന് വേറെ 2 പ്രത്യേക കാരണങ്ങളുണ്ട്. അപ്പം 3 സ്ലീപ്പ് അപ്നിയ. ഈ നമ്മളിൽ പലരും ഈ ഉറങ്ങുന്ന സമയത്ത് ചെറുതായിട്ട് കൂർക്കം വലിക്കാറുണ്ട്. എന്നാൽ കൂടുതൽ നമ്മുടെ വെയിറ്റ് കുറച്ചുകൂടി കൂടുതലാവുന്ന സമയത്ത് ഈ നമ്മുടെ നാവ് ഈ താഴോട്ട് ഇറങ്ങുകയും നമ്മുടെ ശ്വാസത്തെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഉറക്കത്തിനിടയ്ക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടാതെ എണീക്കേണ്ടി വരാറുണ്ട്. അതാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് നഷ്ടപ്പെടും. അതായത് നമുക്ക് രാവിലെ ഈ പകൽ സമയത്തൊക്കെ നമുക്കൊരു ഉറക്കച്ചടവും ഉറക്കത്തിൻ്റെ ക്ഷീണവും ഒക്കെ വന്ന് നമ്മൾ ഒരു പൂർണ്ണമായി ഉറങ്ങാത്ത ഒരു ഫീലായിരിക്കും, അതിൻ്റെ ഒരു ക്ഷീണവും ഒക്കെ കാണും. അപ്പോൾ പകൽ സമയത്തൊക്കെ നമുക്ക് വീണ്ടും ഇങ്ങനെ ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി വരും. അങ്ങനെ ആ ഒരു ഉന്മേഷം നഷ്ടപ്പെടും. അപ്പോൾ ഇതിനുള്ളൊരു പ്രധാന കാരണം നമ്മുടെ ഈ വെയിറ്റ് കൂടുന്നത് തന്നെയാണ്. ഈ കഴുത്തിലൊക്കെയുള്ള ഫാറ്റ് കൂടുന്നത് കൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിനുള്ള ഏക സൊല്യൂഷനും ഈ വെയിറ്റ് എത്രയും പെട്ടെന്ന് കുറക്കുക എന്നുള്ളതാണ്. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ആദ്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇങ്ങനെ ഈ ജലദോഷമൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ സ്ലീപ്പ് അപ്നിയയുടെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ പ്രധാനമായിട്ടും ഞാൻ വെയിറ്റ് കുറക്കാനും വേണ്ടി തീരുമാനിക്കാനുള്ള ഒരു കാരണം. അപ്പോൾ അതാണോ മെയിൻ കാരണം? അല്ലല്ല, മെയിൻ കാരണം മറ്റൊന്നാണ്. 4 ഈ കുറേ പേഷ്യൻസ് നമ്മുടെ മുന്നിലേക്ക് OPDയിലേക്ക് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് അതിൻ്റെ ബ്ലഡ് റിപ്പോർട്ടുമായിട്ട് നമ്മളെ കാണിക്കാൻ വരും. അപ്പോൾ ആ സമയത്ത് മിക്ക ആൾക്കാർക്കും ഷുഗറോ BP-യോ കൊളസ്ട്രോളോ അല്ലെങ്കിൽ SGPT-യും SGOT-യും ഒക്കെ കൂടി ഫാറ്റി ലിവറോ യൂറിക് ആസിഡൊക്കെ കൂടിയോ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അവർ ബോർഡർ ലൈൻ ആയിരിക്കും. അപ്പോൾ അവർക്ക് നമ്മുടെ മുന്നിൽ 2 ഓപ്ഷനാണല്ലോ. ഒന്ന് മരുന്ന് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ അഡ്വൈസ് കൊടുക്കുക. അതിൽ മിക്ക ആൾക്കാർക്കും മരുന്ന് കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവരോട് ഈ ലൈഫ് സ്റ്റൈൽ അഡ്വൈസസിനെ കുറിച്ച് പറയും. നന്നായിട്ട് എക്സസൈസ് ചെയ്യണം, ഭക്ഷണം നിയന്ത്രിക്കണം, വെയിറ്റ് കുറക്കണം, ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം, ഈ വയറ് ബെല്ലി ഫാറ്റൊക്കെ കുറച്ച് നല്ല രീതിയിൽ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചിന് വേണ്ടി നമ്മൾ അവരെ ഉപദേശിക്കും. ആ സമയത്ത് അവർ നമ്മളൊരു നോട്ടുണ്ട് നമ്മുടെ വയറിലേക്ക് നോക്കിക്കൊണ്ട് ഈ ഡോക്ടറാണോ അല്ലെങ്കിൽ ഇത്രയും അൺഹെൽത്തി ബോഡി ആയിട്ടുള്ള ഈ ഡോക്ടറാണോ നമ്മളെ ഉപദേശിക്കുന്നത് എന്ന്. അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ടും ഞാനൊരു ബോഡി റീകമ്പോസിഷൻ ചെയ്യാൻ തീരുമാനിച്ചത്. ഇതിലെ മറ്റൊരു കാര്യം, നമ്മൾ ഈ വിഷയത്തിൽ കൂടുതലും ആശ്രയിക്കുന്ന ഡോക്ടർമാരുടെ കാര്യം ഇതിലും പരിതാപകരമാണ്. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം നടത്തിയ സർവേയിൽ 84% ഡോക്ടർമാരും ഓവർ വെയിറ്റോ ഒബീസോ ആണ്. വെറും 16% ഡോക്ടർമാർ മാത്രമാണ് നോർമൽ വെയിറ്റ് ആയിട്ടുള്ളത് അത്രേ. അതെ, ഈ കണക്കുകൾ മാത്രമല്ല, നമ്മൾ നേരിട്ട് ഒരുപാട് ഡോക്ടേഴ്സിനെ നേരിട്ട് കാണുന്നതാണല്ലോ. അവരൊക്കെ നോക്കിയാൽ അറിയാം, അവരെല്ലാവരും ഈ ഭൂരിഭാഗം ആൾക്കാരും ഈ ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ വളരെ മോശം തന്നെയാണ്. ഇനി നിങ്ങൾക്കും വരാൻ സാധ്യതയുള്ള 5ാമത്തെ സംഭവം, നമ്മുടെ സ്റ്റാമിന, കാർഡിയോ വാസ്കുലർ എഫിഷ്യൻസി കംപ്ലീറ്റ് ആയിട്ട് പോയി കിടക്കുകയായിരുന്നു. നമ്മുടെ സർവൈവലിന് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് സ്റ്റാമിന എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഒരു പെട്ടെന്നൊരു പട്ടിയോ മറ്റോ കടിക്കാൻ വരികയാണെന്ന് കരുതുക, നമുക്ക് ദീർഘദൂരം ഒരു 100 മീറ്ററൊക്കെ ഓടേണ്ടി വരും. ഇങ്ങനെ ഒരു 100 മീറ്ററൊക്കെ ഓടി നോക്കിയാൽ അറിയാം നമ്മൾ കിതച്ച് പണ്ടാറോടം. ഇങ്ങനെ നമ്മുടെ സ്റ്റാമിന കംപ്ലീറ്റ് ആയിട്ട് പോയി കിടക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 100 മീറ്ററൊക്കെ സ്പ്രിൻറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 3-4 കൊല്ലെങ്കിലും ആയിക്കാണും. ഇനി ഈ സ്റ്റാമിന കുറവ് നമ്മുടെ സെക്ഷൽ ലൈഫിനെ വരെ ബാധിക്കും എന്നതും മറക്കണ്ട. 6 ജോയിൻറ്റ് പ്രോബ്ലംസ്. നമ്മുടെ വെയിറ്റ് അല്പം കൂടിയാൽ പിന്നെ നമ്മുടെ ജോയിൻസിനെല്ലാം പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങും. ഈ നമ്മുടെ അപ്പർ ബോഡി വെയിറ്റ് കൂടുതലാവുന്നത് കൊണ്ട് തന്നെ ശരീരത്തിലെ ഏറ്റവും വലിയ ജോയിൻ്റായ മുട്ടിന് ഈ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും, മുട്ടുവേദന വരാൻ തുടങ്ങും. അതേപോലെ ഈ നമ്മുടെ വയറൊക്കെ അല്പം ചാടി നമ്മുടെ പോസ്ചറിലുള്ള ചേഞ്ചസ് കൊണ്ട് നമുക്ക് ബാക്ക് പെയിനും ഉണ്ടായിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്കിപ്പോൾ ബാക്ക് പെയിൻ ഇല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ബാക്ക് പെയിൻ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല ആർത്രൈറ്റിസ്, ഈ ജോയിൻറ്റുകളെ ബാധിക്കുന്ന പലതരം വാതരോഗങ്ങളും നമ്മെ പിടിപെടാൻ തുടങ്ങിയിട്ടുണ്ടാവും. 7 മൊബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഈ പണ്ട് ചെയ്തതുപോലെ അത്ര സുഖകരമായിരിക്കില്ല ഇരിക്കുന്നതും എണീക്കുന്നതും കിടക്കുന്നതും ഒന്നും. പണ്ട് എനിക്ക് ഇരിക്കാനും ഈ കുനിയാനും ചമ്രം പടിഞ്ഞിരിക്കാനും ഒക്കെ വളരെ സിമ്പിളായി. എന്നാൽ ഇപ്പോൾ അത് അത്ര സിമ്പിളല്ല. എല്ലാം ഈ ഫ്ലെക്സിബിലിറ്റിയും മൊബിലിറ്റിയും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുകയാണ്. ചമ്രം പടിഞ്ഞിരിക്കുക എന്നതും പറഞ്ഞാൽ ഇപ്പോൾ പറ്റുന്ന കാര്യമേ അല്ല. 8 സോഷ്യൽ ഇഷ്യൂസ്. നിങ്ങളൊരു ഓവർ വെയിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന വിലയും അതുപോലെ ആയിരിക്കും. ഹസ്ബൻഡിൽ നിന്ന്, വൈഫിൽ നിന്ന്, കാമുകിയിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, ജോലി സ്ഥലത്ത്, എൻ്റർടൈൻമെൻറ്റ് ഏരിയകളിൽ, സ്പോർട്സ് സർക്കിളിൽ, ഇവിടെയൊക്കെ ആ ഒരു സാഹചര്യത്തിന് ഫിറ്റ് ആവാത്ത ഒരാളായ അവരൊക്കെ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. ഈ സോഷ്യൽ സ്റ്റിഗ്മ നിങ്ങൾക്കിപ്പോൾ വലിയൊരു പ്രശ്നമായിരിക്കില്ല. കാരണം നിങ്ങൾ അതിനോട് പൊരുത്തപ്പെട്ട് കോംപ്രമൈസ് ചെയ്ത് ജീവിച്ച് ശീലിച്ചതുകൊണ്ടാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും സമൂഹത്തിൽ നിന്ന്, നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് ഈ ഓവർ വെയ്റ്റിനെ കുറിച്ചുള്ള സോഷ്യൽ ബുള്ളിങ് അനുഭവിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പുതിയ ഡ്രസ്സൊക്കെ എടുക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഡ്രസ്സ് തന്നെ എടുക്കുമ്പോഴും ആദ്യം ഒന്നിട്ട് നോക്കി അത് പറ്റില്ല, അടുത്തതെടുത്ത് നോക്കി അത് പറ്റില്ല, അങ്ങനെ എടുത്ത് മാറ്റി നോക്കുന്നതൊക്കെ ഈ സോഷ്യൽ ലൈഫിനെ, ഈ സോഷ്യൽ ബുള്ളിങ് നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ടാണ്. 9 മെറ്റബോളിക് സിൻഡ്രോം. ഈ ഓവർ വെയ്റ്റ് ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ തടിയന്മാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ പറ്റി നമ്മൾ പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി അറിയാതെ ഒരു വെയിറ്റ് ലോസ് ജേണിയും പൂർണ്ണമാവില്ല. നിങ്ങൾ ഈ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ തീർച്ചയായും പറയും അത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ പറ്റി അറിയുക എന്നതാണ്.
ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം നിങ്ങൾക്ക് ഡയബറ്റിസ് വരാം, BP വരാം, ഈ കൊളസ്ട്രോൾ കൂടാം, ഈ ലിവറിൽ ഫാറ്റൊക്കെ അടിഞ്ഞുകൂടി ഫാറ്റി ലിവർ വരാം. ഇങ്ങനെ ഈ എല്ലാ പ്രശ്നങ്ങളും കൂടി ഒരുമിച്ച് വരുന്നതിനെയാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുടവയർ ബെല്ലി ഫാറ്റ് എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് സിൻഡ്രോം ബോംബാണ്. 10 ലോ സെൽഫ് എസ്റ്റീം. നമ്മൾക്കൊക്കെ തോന്നാം ഈ ഓവർ വെയ്റ്റ് നമ്മളെ അങ്ങനെ കാര്യമായിട്ട് ബാധിച്ചിട്ടൊന്നുമില്ല എന്ന്. പക്ഷേ എന്നാലും നമ്മൾ ഏതെങ്കിലും പുതിയൊരു ഫംഗ്ഷന് പോകാനും മറ്റുള്ളവരൊക്കെ ആസ്വദിക്കുന്നത് പോലെ പോയി അർമാദിക്കാനും ഒക്കെ നമുക്ക് പറ്റാത്തത് ഈ ഔട്ട് ഓഫ് ഷേപ്പ് ആയ ബോഡി കൊണ്ടായിരിക്കും. ഈ വെയിറ്റ് കുറച്ച് ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയവർ പറയുന്ന അനുഭവ കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ സെൽഫ് എസ്റ്റീം വർദ്ധിച്ചു എന്നുള്ളതാണ്. ഈ പുതിയ ആളുകളെയും പുതിയ സിറ്റുവേഷനുകളെയും ഒക്കെ എൻകൗണ്ടർ ചെയ്യാനുള്ള അവരുടെ ഈ താല്പര്യം നന്നായി കൂടുമത്രേ. നിങ്ങളൊരു ഫിറ്റ് ബോഡിയുമായി ചെന്ന് നോക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബോഡി ഫിറ്റ് ആവാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തി നോക്കൂ. നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ നിന്നും അവരുടെ പെരുമാറ്റത്തിൽ നിന്നും അവരുടെ സ്വീകരണത്തിൽ നിന്നും നമുക്ക് ആ ഒരു മാറ്റം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെ മാറി മറിയുന്നത് നമുക്ക് കാണാൻ പറ്റും. 11 ക്യാൻസർ റിസ്ക്. ഈ ഒബീസ് ആയവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ നമ്മൾ ഒരുപാട് ക്യാൻസറിൻ്റെ കാരണങ്ങളൊക്കെ പറയുമ്പോഴും ഈ ഒബിസിറ്റി ക്യാൻസറിൻ്റെ റിസ്ക് കൂട്ടുമെന്ന് നമ്മൾ പൊതുവെ അങ്ങനെ പറയാറില്ല, അങ്ങനെ മനസ്സിലാക്കാറില്ല. എന്നാൽ ബ്രസ്റ്റ് ക്യാൻസർ, യൂട്രസ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ക്യാൻസർ, കോളൻ ക്യാൻസർ ഇവയൊക്കെ ഈ ഒബീസ് ആയവർക്ക് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. 12 റീപ്രൊഡക്റ്റീവ് ഓർ സെക്സ് ലൈഫ്. ഈ സ്റ്റാമിന കുറഞ്ഞ ഫിറ്റ് അല്ലാത്ത ഓവർ വെയ്റ്റ് ആയ ശരീരം നമ്മുടെ സെക്സ് ലൈഫിനെ ബാധിക്കും. നമ്മുടെ ഇൻസുലിൻ, കോർട്ടിസോൾ തുടങ്ങിയ സ്ട്രെസ് ഹോർമോണുകളുടെ ബാലൻസിനെ നശിപ്പിക്കും. അങ്ങനെ ഈ സ്ട്രെസ് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാവും. ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത, ഈ സ്പേം കൗണ്ട് ഇഷ്യൂസ്, താല്പര്യക്കുറവ്, PCOD തുടങ്ങിയ ഒരുപാട് ഈ റീപ്രൊഡക്റ്റീവ് സെക്സ് ഹെൽത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ബാധിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളും ഏതെങ്കിലും ഒരു വെയിറ്റ് ലോസ് പ്ലാനിൽ, ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമിൽ ഈ പങ്കെടുക്കേണ്ടതായിട്ടുള്ള അത്യാവശ്യമുണ്ട് എന്നാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി കുറച്ച് വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടാം. അപ്പോൾ എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചുകൾ വരുത്തണം, ഇതൊക്കെ അടങ്ങിയ വിശദമായ വീഡിയോയുമായി ഞങ്ങൾ ഉടൻ തന്നെ വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ സബ്സ്ക്രൈബിങ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ് ഫോർ സബ്സ്ക്രൈബിങ്.